ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അഡ്വ അക്കാഡമി. സോ ഇന്ന് നമ്മൾ വീണ്ടും ക്ലീ 2025 അല്ലെങ്കിൽ ക്ലീക്ക് ചോദിക്കാൻ ചാൻസസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് വീണ്ടും ഡിസ്കസ് ചെയ്യുകയാണ്. ഇത് ഈ സീരീസിലെ രണ്ടാമത്തെ വീഡിയോയാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ 10 ക്വസ്റ്റ്യൻസ് കേരള ലോ എൻട്രൻസ് എക്സാമിന് വരാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹു ഈസ് ദ കറന്റ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ? ഇപ്പൊ 2025 കറന്റ് അറ്റോർണി ജനറൽ ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇതിന്റെ അകത്ത് ഓപ്ഷൻ ഉള്ളത് ആർ വെങ്കിട്ടരമണി, ബി കെ വേണുഗോപാൽ, സി തുഷാർ മേത്ത, ഡി ഹരീഷ് സാൽവെ. ആരാണ്? എ ആർ വെങ്കിട്ടരമണി. ആർ വെങ്കിട്ടരമണിയാണ് നമ്മുടെ നിലവിലുള്ള Attorney General of India. Okay. So our next question is which commission deals with human rights in India? A. NHRC, B. NCW, C. Niti Aayog, D. SC/ST Commission. അപ്പം ഇതിന്റെ അകത്തുള്ള റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എ NHRC ആണ്. NHRCയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, ഇതിന്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് അവർ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഷോർട്ട് ഫോം ആയിട്ട് തരും. അപ്പൊ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകരുത്. അത് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അത് ശ്രദ്ധിച്ച് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ആർട്ടിക്കിൾ ഡീൽസ് വിത്ത് എമർജൻസി പ്രൊവിഷൻസ്? എ ആർട്ടിക്കിൾ 32, ബി ആർട്ടിക്കിൾ 356, സി ആർട്ടിക്കിൾ 368, ഡി ആർട്ടിക്കിൾ 226. ഇതിന്റെ അകത്ത് ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 356 ആണ് ഇതിന്റെ അകത്ത് ആൻസർ എന്ന് പറയുന്നത്. 356 എന്താണ് മക്കളെ? സ്റ്റേറ്റ് എമർജൻസി ആണ് ആർട്ടിക്കിൾ 356 എന്ന് പറയുന്നത്. നമ്മൾ ഇതിന്റെ അകത്ത് ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞത് 352 മുതൽ 360 വരെയാണ് നമ്മുടെ എമർജൻസിയെ പറ്റിയിട്ട് പറയുന്ന ആർട്ടിക്കിൾസ് മെയിൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, സോ അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് who was the first law minister of independent India? A. B.R. Ambedkar, B. Jawaharlal Nehru, C. Vallabhbhai Patel, D. Rajendra Prasad. Yes, of course, B.R. Ambedkar ആണ് നമ്മുടെ ആദ്യത്തെ ലോ മിനിസ്റ്റർ എന്ന് പറയുന്നത്. So next question, which case introduced the basic structure doctrine? ഓക്കെ, ശ്രദ്ധിച്ചോ, ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ ഏത് കേസിലാണ് കൊണ്ടുവന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇതിനകത്ത് എ ഗോലക്നാഥ് കേസ്, ബി മിനർവ മിൽസ് കേസ്, സി കേശവാനന്ദ ഭാരതി കേസ്, ഡി മേനക ഗാന്ധി കേസ്. ഇതിനകത്ത് ഏതാണ് ആൻസർ? കേശവാനന്ദ ഭാരതി കേസാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ കൊണ്ടുവന്നത്. ഓക്കെ, സോ അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ആക്ട് ഗവേൺസ് സൈബർ ലോ ഇൻ ഇന്ത്യ? A. IT Act 2000, B. Cyber Crime Act 2005, C. Digital Security Act 2010, D. Internet Regulation Act 2002. ഇതിനകത്ത് ഏതാണ് മക്കളെ നമ്മുടെ ആൻസർ? യെസ്, A. IT Act 2000. Okay, so our next question is the doctrine of res judicata means the matter is under consideration, the matter is decided, the judge is biased, the court is inactive. ഇതിന്റെ ഏതാണ് ആൻസർ? ബി. ദ മാറ്റർ ഈസ് ഡിസൈഡ്. ഏതെങ്കിലും ഒരു കേസ് നമ്മൾ മാറ്റർ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് റീ ഓപ്പൺ ചെയ്യാൻ പറ്റൂല. അവിടെയാണ് ഈ പറയുന്ന റെസ് ജുഡിക്കേറ്റ എന്നുള്ള പ്രിൻസിപ്പിൾ ഡോക്ടർ സ്റ്റാൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് മെൻസ് റിയ ഈസ് ദ എസെൻഷ്യൽ എലമെന്റ് ഓഫ് എ. സിവിൽ റോങ്, ബി. കോൺട്രാക്ട്, സി. ക്രൈം, ഡി. ടോൾ. ഏതിന്റെ അകത്താണ് വരുന്നത്? ക്രൈമിന്റെ അകത്താണ് വരുന്നത്. മെൻസ്രിയ ഉണ്ട്. മെൻസ്രിയയും ആക്ടസ്രിയൂസും ചേരുമ്പോൾ മാത്രമേ ഒരു കാര്യം ഒരു ക്രൈം ആകത്തുള്ളൂ. ഓക്കെ, അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹു ഈസ് ദ കറന്റ് ജഡ്ജ് ഫ്രം ഇന്ത്യ ഇൻ ICJ? ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലെ കറന്റ് ജഡ്ജ് ആരാണ്? നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള കറന്റ് ആയിട്ടുള്ള ജഡ്ജ് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. എ. രഞ്ജൻ ഗൊഗോയ്, ബി. B.R. അംബേദ്കർ, സി. ദൽബീർ ഭണ്ഡാരി, ഡി. H.J. കനിയ. സി. ദൽബീർ ഭണ്ഡാരി. ദൽബീർ ഭണ്ഡാരിയാണ് നിലവിലെ നമ്മുടെ ICJയിലുള്ള ഇന്ത്യയിൽ നിന്നുള്ള ജഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതോടുകൂടി നമ്മൾ വൈൻഡപ്പ് ചെയ്യണം ഇന്നത്തെ സെഷൻ. ഇനി അടുത്ത സെഷനിൽ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. ബൈ.